നമസ്കാരം. എല്ലാവർക്കും PSC ക്വസ്റ്റ്യൻ വേൾഡിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കുന്നത് 2016 സബ് ഇൻസ്പെക്ടർ ഓഫ് പോലീസ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറും അതിൻ്റെ ആൻസറുകളുമാണ്. അപ്പോൾ എല്ലാവരും വ്യക്തമായി ക്ലാസ്സിൽ കേൾക്കുക, ക്വസ്റ്റ്യനും ആൻസറും എല്ലാം നോട്ട് ചെയ്ത് വെക്കുക. അപ്പോൾ നമുക്ക് ആദ്യത്തെ ചോദ്യത്തിലേക്ക് കിടക്കാം. എല്ലാവർക്കും നല്ലൊരു ജോലി ലഭിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് തുടങ്ങുന്നു. 21ാമത്തെ ചോദ്യമാണ്. എ ഫ്യൂസ് വയർ ഈസ് ക്യാരക്ടറൈസ്ഡ് ബൈ അതായത് ഒരു ഫ്യൂസ് വയറിൻ്റെ ക്യാരക്ടർ എന്താണെന്നാണ് ഇത് ചോദിച്ചിരിക്കുന്നത്. 4 ഓപ്ഷനുണ്ട്. ഓപ്ഷൻ എ ലോ റെസിസ്റ്റൻസ് ആൻഡ് ലോ മെൽറ്റിംഗ് പോയിൻറ്റ്, ലോ റെസിസ്റ്റൻസ് ആൻഡ് ഹൈ മെൽറ്റിംഗ് പോയിൻറ്റ്, അതുപോലെ തന്നെ ഹൈ റെസിസ്റ്റൻസ് ആൻഡ് ലോ മെൽറ്റിംഗ് പോയിൻറ്റ്, പിന്നെ ഹൈ റെസിസ്റ്റൻസ് ആൻഡ് ഹൈ മെൽറ്റിംഗ് പോയിൻറ്റ്. ആൻസർ ഓപ്ഷൻ സി ആണ്. ഹൈ റെസിസ്റ്റൻസ് ആൻഡ് ലോ മെൽറ്റിംഗ് പോയിൻ്റ് ആണ്. ഫ്യൂസ് വയറിൻ്റെ ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ ഹൈ റെസിസ്റ്റൻസ് ആൻഡ് ലോ മെൽറ്റിംഗ് പോയിൻ്റ് ആണ്. അത് നമുക്കറിയാവുന്നതാണ്. ലോ മെൽറ്റിംഗ് പോയിൻ്റ് ആണ് മെയിനായിട്ട്. അതുപോലെ ഹൈ റെസിസ്റ്റൻസും ഉണ്ട്. എന്നാൽ പെട്ടെന്ന് ഓവർലോഡ് വരുമ്പോൾ പെട്ടെന്ന് ആ ഫ്യൂസ് വയർ ബ്രേക്ക് ആവത്തുള്ളൂ. ഫ്യൂസ് വയർ ബ്രേക്ക് ആയാലേ അകത്തുള്ള ഇലക്ട്രിക് ഐറ്റംസ് എല്ലാം സേഫായിട്ടിരിക്കുകയുള്ളൂ. അടുത്തത് 22ാമത്തെ ചോദ്യമാണ്. എ മാൻ പുഷ് എ മെറ്റൽ ബ്ലോക്ക് ആൻഡ് ഫെയിൽസ് ടു ഡിസ്പ്ലേസ് ഇറ്റ്, ഹൗ ഡസ്? അതായത് ഒരു മനുഷ്യൻ ഒരു മെറ്റൽ ബ്ലോക്ക് പുഷ് ചെയ്തു, പക്ഷേ അത് അതായത് ചലനം സംഭവിച്ചില്ല, അതായത് ഡിസ്പ്ലേസ്മെൻറ്റ് സംഭവിച്ചില്ല. അപ്പോൾ ഓപ്ഷൻ കിടക്കുന്നത് ഓപ്ഷൻ എ മാക്സിമം വർക്ക്, ഓപ്ഷൻ ബി നോ വർക്ക് അറ്റ് ആൾ, ഓപ്ഷൻ സി പോസിറ്റീവ് വർക്ക്, അതുപോലെ തന്നെ ഓപ്ഷൻ ഡി നെഗറ്റീവ് വർക്ക്. ഇവിടെ ഓപ്ഷനകത്ത് ഏറ്റവും കൂടുതൽ എടുത്ത് കാണിച്ചിട്ടുള്ളത് വർക്കാണ്. അതായത് വർക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനൊരു ഇക്വേഷനുണ്ട്. വർക്ക് ഈക്വൽ ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെൻറ്റ് എന്നാണ്. അതായത് ഒരു ഫോഴ്സ് ഒന്നിലേക്ക് കൊടുക്കുമ്പോൾ അവിടെ ഡിസ്പ്ലേസ്മെൻറ്റ് സംഭവിക്കണം, അതായത് ചലനം സംഭവിക്കണം. അങ്ങനെ ചലനം സംഭവിച്ചാൽ അതിനെയാണ് വർക്ക് എന്ന് പറയുന്നത്. പക്ഷേ ഈ ക്വസ്റ്റിനകത്ത് പറയുന്നുണ്ട് എ മാൻ പുഷ് എ മെറ്റൽ ബ്ലോക്ക് ആൻഡ് ഫെയിൽസ് ടു ഡിസ്പ്ലേസ്. ഒരു മനുഷ്യൻ ഒരു മെറ്റൽ ബ്ലോക്ക് പുഷ് ചെയ്യുന്നുണ്ട്, പക്ഷേ അവിടെ ഡിസ്പ്ലേസ്മെൻറ്റ് നടക്കുന്നില്ല, അതായത് ചലനം നടക്കുന്നില്ല. അതിൻ്റെ അർത്ഥം അവിടെ വർക്ക് നടക്കുന്നില്ല എന്നാണ്. അതാണ് ഓപ്ഷൻ ബി ആണ് ആൻസർ, നോ വർക്ക് അറ്റ് ആൾ. അടുത്തത് 23ാമത്തെ ചോദ്യമാണ്. ദ മിനിമം നമ്പർ ഓഫ് ജിയോ സ്റ്റേഷനറി സാറ്റലൈറ്റ് നീഡഡ് ഫോർ ഗ്ലോബൽ കമ്മ്യൂണിക്കേഷൻ കവറേജ്. അതായത് ഗ്ലോബൽ കമ്മ്യൂണിക്കേഷൻ കവറേജിന് ആവശ്യമായ മിനിമം നമ്പർ ഓഫ് ജിയോ സ്റ്റേഷനറി സാറ്റലൈറ്റുകളുടെ എണ്ണം എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അത് ഓപ്ഷൻ സി ആണ്, 3 ആണ് ആൻസർ. 3 ജിയോ സ്റ്റേഷനറി സാറ്റലൈറ്റിലാണ് ഗ്ലോബൽ കമ്മ്യൂണിക്കേഷൻ കവറേജിന് വേണ്ട മിനിമം നമ്പർ ഓഫ് സാറ്റലൈറ്റുകൾ. അടുത്തത് 24ാമത്തെ ചോദ്യമാണ്. ദ വർക്കിംഗ് പ്രിൻസിപ്പിൾ ഓഫ് ഒപ്റ്റിക്കൽ ഫൈബർ കേബിൾ ഈസ്. അതായത് OFC, അതായത് ഒപ്റ്റിക്കൽ ഫൈബർ കേബിളിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ എന്താണെന്നാണ് ചോദ്യം. അതിൽ ഓപ്ഷൻ എ സ്കാറ്ററിംഗ് ഉണ്ട്, അതുപോലെ ഓപ്ഷൻ ബി ഡിസ്പെർഷൻ ഉണ്ട്, ഓപ്ഷൻ സി ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ ഉണ്ട്, അതുപോലെ തന്നെ ഓപ്ഷൻ ഡി ഇൻ്റർഫിയറൻസ് ഉണ്ട്. ആൻസർ ഓപ്ഷൻ സി ആണ്, അതായത് ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ ആണ് ആൻസർ. ഒപ്റ്റിക്കൽ ഫൈബർ കേബിളിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞാൽ ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ ആണ്. ഓർത്തിരിക്കുക, ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ ആണ് OFCയുടെ, അതായത് ഒപ്റ്റിക്കൽ ഫൈബർ കേബിളിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ. അടുത്തത് 25ാമത്തെ ചോദ്യമാണ്. ദ കൺസെപ്റ്റ് ഓഫ് റേഡിയോ ട്രാൻസ്മിഷൻ വാസ് ഫസ്റ്റ് ഡെമോൺസ്ട്രേറ്റഡ് ബൈ ദ ഫേമസ് ഇന്ത്യൻ സയൻറ്റിസ്റ്റ്. അതായത് റേഡിയോ ട്രാൻസ്മിഷൻ്റെ കൺസെപ്റ്റ് ആദ്യമായി ഡെമോൺസ്ട്രേറ്റ് ചെയ്ത ഫേമസ് ഇന്ത്യൻ സയൻറ്റിസ്റ്റ് ആരാണെന്നാണ് ചോദ്യം. അത് ഓപ്ഷൻ എ ആണ്, അതായത് JC ബോസ് ആണ്. JC ബോസ് ആണ് ആദ്യമായിട്ട് റേഡിയോ ട്രാൻസ്മിഷൻ്റെ റേഡിയോ ട്രാൻസ്മിഷൻ്റെ കൺസെപ്റ്റ് ആദ്യമായി ഡെമോൺസ്ട്രേറ്റ് ചെയ്ത ഫേമസ് ഇന്ത്യൻ സയൻറ്റിസ്റ്റ് JC ബോസ് ആണ്. അതായത് ഓർത്തിരിക്കുക. അതുപോലെ തന്നെ തൊട്ടടുത്ത് ഓപ്ഷൻ ബി CV രാമനുണ്ട്, വിക്രം സാരാഭായ് ഉണ്ട്, പിന്നെ ഹോമി ജെ ബാബയുണ്ട്. അവരെക്കുറിച്ച് ചെറുതായിട്ട് ഡിസ്കസ് ചെയ്യാം. ഓപ്ഷൻ ബി CV രാമൻ എന്ന് പറഞ്ഞാൽ CV രാമൻ്റെ മെയിൻ പ്രത്യേകത എന്ന് വെച്ചാൽ CV രാമനാണ് അതായത് ഏഷ്യക്കാരനായ സയൻസിൽ ആദ്യമായിട്ട് നോബൽ പ്രൈസ് ലഭിച്ച ഏഷ്യക്കാരനാണ് CV രാമൻ. സയൻസിൽ ആദ്യമായിട്ട് നോബൽ പ്രൈസ് ലഭിച്ച ആദ്യത്തെ ഏഷ്യക്കാരനാണ് CV രാമൻ. അതുപോലെ തന്നെ ഓപ്ഷൻ സിയിൽ കാണുന്ന വിക്രം സാരാഭായ്, അതായത് ഫാദർ ഓഫ് ഇന്ത്യൻ സ്പേസ് പ്രോഗ്രാം എന്നാണ് വിക്രം സാരാഭായ് അറിയപ്പെടുന്നത്. ഫാദർ ഓഫ് ഇന്ത്യൻ സ്പേസ് പ്രോഗ്രാം ഒന്ന് ഓർത്ത് വെച്ചിരിക്കുക. ഫാദർ ഓഫ് ഇന്ത്യൻ സ്പേസ് പ്രോഗ്രാം എന്നാണ്
വിക്രം സാരാഭായിയെ അറിയപ്പെടുന്നത്. അതുപോലെ തന്നെ ഓപ്ഷൻ ഡിയിൽ ഹോമി ജെ ഭാഭയുണ്ട്. ഹോമി ജെ ഭാഭ എന്ന് വെച്ചാൽ ഒരു ഇന്ത്യൻ ന്യൂക്ലിയർ ഫിസിസ്റ്റാണ്. ഓക്കെ, ഹോമി ജെ ഭാഭ എന്ന് പറയുന്നത് ഒരു ഇന്ത്യൻ ന്യൂക്ലിയർ ഫിസിസ്റ്റാണ് ഹോമി ജെ ഭാഭ. അടുത്തത് 26ാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. വിച്ച് ഓഫ് ദ ഫോളോവിങ് യൂണിറ്റ് ഈസ് എ ഫണ്ടമെൻ്റൽ യൂണിറ്റ്? അതായത് ഈ ഫോളോയിങ് ചെയ്തിരിക്കുന്നതിൽ ഏതാണ് ഫണ്ടമെൻ്റൽ യൂണിറ്റ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ ജൂൾ, ഓപ്ഷൻ ബി വാട്ട്, ഓപ്ഷൻ സി മീറ്റർ പെർ സെക്കൻഡ്, ഓപ്ഷൻ ഡി സെക്കൻഡ്. ഇതിൽ ഫണ്ടമെൻ്റൽ യൂണിറ്റ് ഏതാണെന്ന് ചോദിച്ചിരിക്കുന്നത്. അതിൻ്റെ ആൻസർ ഓപ്ഷൻ ഡി ആണ്. സെക്കൻഡാണ് ഫണ്ടമെൻ്റൽ യൂണിറ്റ്. അതുപോലെ തന്നെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിരിക്കാം. മൊത്തം 7 ഫണ്ടമെൻ്റൽ യൂണിറ്റുകളാണ് ഉള്ളത്. അത് ഏതൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലെന്തിൻ്റെ യൂണിറ്റായ മീറ്റർ, ടൈമിൻ്റെ യൂണിറ്റായ സെക്കൻഡ്, അതുപോലെ തന്നെ എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസിൻ്റെ യൂണിറ്റായ മോൾ, MOLE മോൾ, അതുപോലെ തന്നെ ഇലക്ട്രിക് കറണ്ടിൻ്റെ യൂണിറ്റായ ആംബിയർ, ടെമ്പറേച്ചറിൻ്റെ യൂണിറ്റായ കെൽവിൻ, അതുപോലെ തന്നെ ലൂമിനസ് ഇൻറ്റൻസിറ്റിയുടെ യൂണിറ്റായ കാൻഡല, അതുപോലെ തന്നെ മാസിൻ്റെ യൂണിറ്റായ കിലോഗ്രാം. ഈ 7 എണ്ണമാണ് ഫണ്ടമെൻ്റൽ യൂണിറ്റ്. ഓർത്തിരിക്കുക, 7 ഫണ്ടമെൻ്റൽ യൂണിറ്റാണ് ഉള്ളത്. അടുത്തത് 27ാമത്തെ ചോദ്യമാണ്. 1 പൈക്കോമീറ്റർ ഈക്വൽ ടു, അതായത് ഒരു പൈക്കോമീറ്റർ എന്ന് വെച്ചാൽ എത്ര ആണെന്നാണ് ചോദ്യം. അതിൻ്റെ ആൻസർ ഓപ്ഷൻ സി ആണ്, 10⁻12 ആണ്. ഓർത്തിരിക്കുക, 10⁻12 ആണ് ഒരു പൈക്കോമീറ്റർ എന്ന് വെച്ചാൽ. തൊട്ട് മണ്ടയ്ക്കുള്ള അടുത്ത ഓപ്ഷനുകൾ ഒന്ന് പരിചയപ്പെടാം. 1 മൈക്രോമീറ്റർ എന്ന് വെച്ചാൽ 10⁻6 ആണ്. ഓർത്തിരിക്കുക, 1 മൈക്രോമീറ്റർ എന്ന് വെച്ചാൽ 10⁻6ഉം 1 നാനോമീറ്റർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓപ്ഷൻ ഡിയിൽ കാണുന്ന 10⁻9 ആണ്. ഓർത്തിരിക്കുക, 1 മൈക്രോമീറ്റർ എന്ന് വെച്ചാൽ 10⁻6ഉം 1 നാനോമീറ്റർ എന്ന് വെച്ചാൽ 10⁻9ഉം അതുപോലെ തന്നെ 1 പൈക്കോമീറ്റർ എന്ന് വെച്ചാൽ 10⁻12ഉമാണ്. അടുത്തത് 28ാമത്തെ ചോദ്യത്തിലേക്ക് കിടക്കാം. 28ാമത്തെ ചോദ്യമാണ്. ദ ഇമേജ് ഓഫ് ആൻ ഒബ്ജക്റ്റ് ഫോംഡ് ഓൺ ദ റെറ്റിന ഓഫ് ഹ്യൂമൻ ഐ. മനുഷ്യൻ്റെ കണ്ണിലെ റെറ്റിനയിൽ ഫോം ചെയ്യുന്ന ഇമേജ് എങ്ങനത്തതാണ് എന്നാണ് ചോദ്യം. അതിന് 4 ഓപ്ഷനുണ്ട്. ഒന്നാമത്തെ ഓപ്ഷൻ എ വെർച്വൽ ആൻഡ് ഇൻവെർട്ടഡ്, ഓപ്ഷൻ ബി വെർച്വൽ ആൻഡ് ഇറക്റ്റ്, ഓപ്ഷൻ സി റിയൽ ആൻഡ് ഇൻവെർട്ടഡ്, ഓപ്ഷൻ ഡി റിയൽ ആൻഡ് ഇറക്റ്റ്. അതിൻ്റെ ആൻസർ ഓപ്ഷൻ സി ആണ്, റിയൽ ആൻഡ് ഇൻവെർട്ടഡ് ആണ്. അതായത് മനുഷ്യൻ്റെ കണ്ണ് റെറ്റിനയിൽ ഫോം ചെയ്യുന്ന ഇമേജ് റിയൽ ആൻഡ് ഇൻവെർട്ട് ആണ്. അതായത് ഓപ്ഷൻ സി ആണ്, റിയൽ ആൻഡ് ഇൻവെർട്ട് ആണ്. അടുത്തത് 29ാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. ഓൺ വിച്ച് ഓഫ് ദ ഫോളോവിങ് സ്കെയിൽസ് ഓഫ് ടെമ്പറേച്ചർ ദ ടെമ്പറേച്ചർ ഈസ് നെവർ നെഗറ്റീവ്? അതായത് ഈ ഫോളോ ചെയ്തിരിക്കുന്ന സ്കെയിൽ ഓഫ് ടെമ്പറേച്ചറുകളിൽ ടെമ്പറേച്ചർ നെഗറ്റീവ് ആവാത്തത്, അതായത് നെഗറ്റീവ് ആവാത്ത ടെമ്പറേച്ചർ ഏതാണെന്നാണ് ചോദ്യം. അതിൻ്റെ ആൻസർ ഓപ്ഷൻ ബി ആണ്, കെൽവിൻ ആണ്. അത് ഓർത്തിരിക്കുക, കെൽവിൻ ആ ടെമ്പറേച്ചർ അത് നെഗറ്റീവ് ആവത്തില്ല. അപ്പോൾ കെൽവിൻ ആണ് അതിൻ്റെ ആൻസർ. അപ്പോൾ കുറച്ച് കാര്യങ്ങളും ഒന്ന് ഓർത്തിരിക്കാം. അതായത് ഈ കെൽവിൻ കണ്ടുപിടിച്ചയാളുടെ പേരും ഒന്ന് ഓർത്തിരിക്കുന്നത് നല്ലതായിരിക്കും. കെൽവിൻ കണ്ടുപിടിച്ചത് വില്യം തോംസൺ എന്ന് പറയുന്ന വ്യക്തിയാണ്. വില്യം തോംസൺ, അതാണ് അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ പേര്. അദ്ദേഹത്തെ കോമൺ ആയിട്ട് അറിയപ്പെടുന്നത് ലോർഡ് കെൽവിൻ എന്നാണ്. അതായത് കെൽവിൻ നെഗറ്റീവ് ആവാത്ത ടെമ്പറേച്ചർ കെൽവിൻ ആണ്. ആ കെൽവിൻ കണ്ടുപിടിച്ചത് ലോർഡ് കെൽവിൻ ആണ്. അദ്ദേഹത്തിൻ്റെ റിയൽ നെയിം വില്യം തോംസൺ എന്നാണ്. അതുപോലെ തന്നെ ഓപ്ഷൻ എയിൽ കാണുന്ന സെൽഷ്യസ് സ്കെയിൽ കണ്ടുപിടിച്ചത് ആൻഡ്രസ് സെൽഷ്യസ് ആണ്. ഓർത്തിരിക്കുക, ആൻഡ്രസ് സെൽഷ്യസ് ആണ് ഓപ്ഷൻ എയിൽ കാണുന്ന സെൽഷ്യസ് സ്കെയിൽ കണ്ടുപിടിച്ചത്. അടുത്തത് ഓപ്ഷൻ സിയിൽ കാണുന്ന ഫാരൻഹീറ്റ് കണ്ടുപിടിച്ചത് ഡാനിയൽ ഗബ്രിയൽ ഫാരൻഹീറ്റ് ആണ്. ഓർത്തിരിക്കുക, ഫാരൻഹീറ്റ് കണ്ടുപിടിച്ചത് ഡാനിയൽ ഗബ്രിയൽ ഫാരൻഹീറ്റ് ആണ്. അടുത്ത 30ാമത്തെ ചോദ്യത്തിലേക്ക് കിടക്കാം. എ പേഴ്സൺ ഈസ് കംഫർട്ടബിൾ വൈൽ സിറ്റിംഗ് നിയർ എ ഫാൻ ഇൻ സമ്മർ സീസൺ ബിക്കോസ്. അതായത് സമ്മർ സീസണിൽ, ചൂട് കാലങ്ങളിൽ ഒരു പേഴ്സൺ, അതായത് ഫാനിൻ്റെ അണ്ടറിലിരിക്കുന്ന അല്ലെങ്കിൽ ഫാനിൻ്റെ കാറ്റ് കൊണ്ടിരിക്കുന്ന ആളുകൾ എങ്ങനെയാണ് അവർ കംഫർട്ടായിട്ടിരിക്കുന്നത്, അതിൻ്റെ കാരണം എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതിൻ്റെ ആൻസർ ഓപ്ഷൻ എ ആണ്, റേറ്റ് ഓഫ് ഇവാപ്പറേഷൻ ഇൻക്രീസ്. അതായത് ബാഷ്പീകരണത്തിൻ്റെ, അതായത് ഇവാപ്പറേഷൻ്റെ റേറ്റ് കൂടുകയാണ് അവിടെ സംഭവിക്കുന്നത്. അപ്പോൾ ഓൾറെഡി ചൂട് കൊണ്ട് വിയർക്കുമ്പോൾ ഇവാപ്പറേഷൻ മൂലം അതങ്ങ് മാറും. അതാണ്
ഫാനിൻ്റെ കാറ്റ് കൊള്ളുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു കംഫർട്ട്. അടുത്തത് 31ാമത്തെ ചോദ്യത്തിലേക്ക് കിടക്കാം. ഹൂ എമംഗ് ദീസ് പൊളിറ്റീഷ്യൻസ് യൂസ് ആൻ അഡാപ്റ്റഡ് മോട്ടോർ വെഹിക്കിൾ ഡബ്ഡ് ആസ് ദ ചൈതന്യരഥം? അതായത് ഏത് പൊളിറ്റീഷ്യനാണ് അദ്ദേഹത്തിൻ്റെ വെഹിക്കിൾ ചൈതന്യരഥം എന്ന് ആക്കിയത്? അത് ഓപ്ഷൻ സി ആണ്, NT രാമറാവു ആണ്. NT രാമറാവു ആണ് വെഹിക്കിൾ ചൈതന്യരഥമായി മാറ്റിയത്. അടുത്തത് 32ാമത്തെ ചോദ്യമാണ്. വിത്ത് റെഫറൻസ് ടു എഡ്യൂക്കേഷണൽ ഡിഗ്രി വാട്ട് ഡസ് PhD സ്റ്റാൻഡ്സ് ഫോർ? അതായത് എഡ്യൂക്കേഷണൽ ഡിഗ്രിയിൽ PhD എന്തിനെയാണ് സൂചിപ്പിക്കുന്നത്? അതായത് PhDയുടെ ഫുൾ ഫോം എന്താണെന്നാണ് ഒരു കണക്ക് ഉദ്ദേശിച്ചിരിക്കുന്നത്. അതായത് ഡോക്ടർ ഓഫ് ഫിലോസഫി. അതിൻ്റെ ആൻസർ ഓപ്ഷൻ സി ആണ്. ഡോക്ടർ ഓഫ് ഫിലോസഫി എന്നാണ് PhD അറിയപ്പെടുന്നത്. PhD എന്ന് വെച്ചാൽ ഓർത്തിരിക്കുക, ഡോക്ടർ ഓഫ് ഫിലോസഫി എന്നാണ്. അടുത്തത് 33ാമത്തെ ചോദ്യമാണ്. ഹൂ ഈസ് ദ ബ്രാൻഡ് അംബാസിഡർ ഓഫ് ദ പ്രോഗ്രാം മേക്ക് ഇൻ കേരള? അതായത് മേക്ക് ഇൻ കേരളയുടെ ബ്രാൻഡ് അംബാസിഡർ ആരാണെന്നാണ് ചോദ്യം. അതിൻ്റെ ആൻസർ ഓപ്ഷൻ എ ആണ്, മമ്മൂട്ടിയാണ് മേക്ക് ഇൻ കേരളയുടെ ബ്രാൻഡ് അംബാസിഡർ. അതുപോലെ തന്നെ ഒരു കാര്യം ഓർത്തിരിക്കുക, മേക്ക് ഇൻ ഇന്ത്യയുടെ ബ്രാൻഡ് അംബാസിഡറാണ് പൈറസ് കമ്പാട്ട. ഒന്ന് ഓർത്തിരിക്കുക, പൈറസ് കമ്പാട്ടയാണ് മേക്ക് ഇൻ ഇന്ത്യയുടെ ബ്രാൻഡ് അംബാസിഡർ. അടുത്തത് 34ാമത്തെ ചോദ്യമാണ്. വിച്ച് ആർട്ടിക്കിൾ റീസെൻ്റ്ലി ഡിസ്മിസ്ഡ് ഫ്രം ദ IT ആക്ട്? അതായത് IT ആക്റ്റിൽ നിന്ന് ഈ റീസെൻ്റായിട്ട് ഡിസ്മിസ് ചെയ്ത ആക്ട് ഏതാണെന്നാണ് ചോദ്യം. അത് ഓർത്തിരിക്കുക, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പലപ്പോഴും അത് ചോദിച്ചിട്ടുമുണ്ട്, ചോദിക്കാൻ സാധ്യതയുള്ളതുമാണ്. IT ആക്റ്റിൽ നിന്ന് ഡിസ്മിസ് ചെയ്ത ആക്ട് ഏതെന്ന് ചോദ്യം വന്നു കഴിഞ്ഞാൽ ഓർത്തിരിക്കുക, ഓപ്ഷൻ ബി ആണ്, 66A ആണ്. അതായത് IT ആക്ട് 66A ആണ് IT ആക്റ്റിൽ നിന്ന് റീസെൻ്റായിട്ട് ഡിസ്മിസ് ചെയ്ത ആക്ട്. അത് ഓർത്തിരിക്കുക. അടുത്തത് 35ാമത്തെ ചോദ്യമാണ്. വിച്ച് കൺട്രി ഈസ് ദ 23rd മെമ്പർ കൺട്രി ഇൻ ദ ഇൻ്റർനാഷണൽ ക്രിമിനൽ കോർട്ട്? ഇൻ്റർനാഷണൽ ക്രിമിനൽ കോർട്ടിൽ 23ാമത്തെ മെമ്പർ കൺട്രി ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതിൻ്റെ ഓപ്ഷൻ ഡി ആണ്, പാലസ്തീൻ ആണ്. ഓർത്തിരിക്കുക, പാലസ്തീൻ ആണ് 123ാമത്തെ മെമ്പർ കൺട്രി. ഇൻ്റർനാഷണൽ ക്രിമിനൽ കോർട്ടിൽ 123ാമത്തെ മെമ്പർ കൺട്രി ആയിട്ട് വന്നത് പാലസ്തീൻ ആണ്. അടുത്തത് 36ാമത്തെ ചോദ്യമാണ്. ഒരു കാര്യം 35ാമത്തെ ചോദ്യത്തിൽ ഒരു കാര്യം ഓർത്തിരിക്കുക, ഇൻ്റർനാഷണൽ ക്രിമിനൽ കോർട്ട് നിലവിൽ വന്നത്, അതായത് അത് സ്റ്റാർട്ട് ചെയ്തത് 1 ജൂലൈ 2002 ഓർത്തിരിക്കുക, 1 ജൂലൈ 2002 ഇൻ്റർനാഷണൽ ക്രിമിനൽ കോർട്ട് വന്നത്. അടുത്തത് 36ാമത്തെ ചോദ്യമാണ്. ദ ന്യൂലി ഫോർമുലേറ്റഡ് ഇൻ്റർനാഷണൽ ഫോണ്ട് ടു ഫൈറ്റ് എഗൻസ്റ്റ് ഗ്ലോബൽ വാർമിംഗ്? അതായത് ഗ്ലോബൽ വാർമിങ്ങിനെതിരായിട്ട് ഫൈറ്റ് ചെയ്യുന്ന പുതിയതായിട്ടുണ്ടായ ഇൻ്റർനാഷണൽ ഫോണ്ട് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതിൻ്റെ ആൻസർ 4 ഓപ്ഷനുണ്ട്, V20, V21, V22, V23. അതിൻ്റെ ആൻസർ ഓപ്ഷൻ എ ആണ്, V20 ആണ്. ഓർത്തിരിക്കുക, V20 ആണ് അതിൻ്റെ ആൻസർ. അടുത്തത് 37ാമത്തെ ചോദ്യമാണ്. ദ ഇന്ത്യൻ സയൻറ്റിസ്റ്റ് ഹൂ വൺ ദ ജാപ്പനീസ് ഹയസ്റ്റ് ഹോണർ ഓർഡർ ഓഫ് ദ റൈസിംഗ് സൺ ഗോൾഡ് ആൻഡ് സിൽവർ സ്റ്റാർ? അതായത് ജാപ്പനീസ് വലിയ ഹയസ്റ്റ് ഹോണർ, അത് വലിയ ബഹുമതിയായ ഓർഡർ ഓഫ് റൈസിംഗ് സൺ ഗോൾഡ് ആൻഡ് സിൽവർ സ്റ്റാർ ലഭിച്ച ഇന്ത്യൻ സയൻറ്റിസ്റ്റ് ആരാണ് എന്നാണ് ചോദ്യം. അതിൻ്റെ ആൻസർ അത് ഒന്ന് ഓർത്തിരിക്കുക, ഓപ്ഷൻ ബി ആണ്, പ്രൊഫസർ CNR റാവു ആണ്. CNR റാവു ആണ് ജാപ്പനീസ് ഹയസ്റ്റ് ഹോണറായ ഓർഡർ ഓഫ് ദ റൈസിംഗ് സൺ ഗോൾഡ് ആൻഡ് സിൽവർ സ്റ്റാർ ലഭിച്ച ഇന്ത്യൻ സയൻറ്റിസ്റ്റ്. അടുത്തത് 38ാമത്തെ ചോദ്യമാണ്. ഹൂ റോഡ് ദ തീം സോങ് ഓഫ് റൺ കേരള റൺ ഇൻ കണക്ഷൻ വിത്ത് നാഷണൽ ഗെയിം? അതായത് നാഷണൽ ഗെയിമായിട്ട് കണക്ഷനുള്ള റൺ കേരള റൺ എന്ന് പറയുന്ന തീം സോങ് ആരാണ് എഴുതിയത് എന്നാണ് ചോദ്യം. അതൊരു ഇമ്പോർട്ടൻ്റ് ചോദ്യമാണ്. റൺ കേരള റൺ എന്ന് പറയുന്ന തീം സോങ് എഴുതിയത് ഓപ്ഷൻ സി ആണ്, ONV കുറുപ്പാണ്. ONV കുറുപ്പാണ് റൺ കേരള റൺ എന്ന് പറയുന്ന നാഷണൽ ഗെയിമായിട്ട് കണക്ഷനുള്ള തീം സോങ് എഴുതിയത്. ഓർത്തിരിക്കുക.
അടുത്തത് 39ാമത്തെ ചോദ്യമാണ്. The name of single window portal started by India for educational loan and scholarship. അതായത് എഡ്യൂക്കേഷണൽ ലോണിനും സ്കോളർഷിപ്പിനും വേണ്ടി ഇന്ത്യയിൽ സ്റ്റാർട്ടായ സിംഗിൾ വിൻഡോ പോർട്ടൽ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. 4 ഓപ്ഷനുണ്ട്. അതിൽ ഓപ്ഷൻ എ ആണ് വിദ്യാലക്ഷ്മിയാണ്. ഓർത്തിരിക്കുക, വിദ്യാലക്ഷ്മിയാണ് ഇന്ത്യയിൽ എഡ്യൂക്കേഷൻ ലോണിനും സ്കോളർഷിപ്പിനും വേണ്ടി സ്റ്റാർട്ട് ചെയ്ത സിംഗിൾ വിൻഡോ പോർട്ടൽ. അത് വിദ്യാലക്ഷ്മിയാണ്. ഓർത്തിരിക്കുക, വിദ്യാലക്ഷ്മി. അടുത്തത് 40ാമത്തെ ചോദ്യമാണ്. The third greatest attraction in the world as per the survey conducted by famous travel website TripAdvisor. അതായത് ഫേമസ് ട്രാവൽ വെബ്സൈറ്റായ ട്രിപ്പ് അഡ്വൈസറിൻ്റെ സർവേ അനുസരിച്ച് ലോകത്തിൽ തന്നെ ഏറ്റവും വലിയ മൂന്നാമത്തെ അട്രാക്ഷൻ ഏതാണെന്നാണ് ചോദ്യം. അതായത് ലോകത്തിലെ ഏറ്റവും വലിയ മൂന്നാമത്തെ അട്രാക്ഷൻ ഏതാണെന്നാണ് ചോദ്യം. അതിൻ്റെ ആൻസർ ഓപ്ഷൻ എ ആണ്, താജ്മഹലാണ്. അതുപോലെ തൊട്ടടുത്ത് തന്നെ ബുർജ് ദുബായ് ഉണ്ട്, പിസ ടവർ ഉണ്ട്, അതുപോലെ തന്നെ ഗ്രേറ്റ് വാൾ ഓഫ് ചൈനയുണ്ട്. അപ്പോൾ ഓർത്തിരിക്കുക, ട്രിപ്പ് അഡ്വൈസറിൻ്റെ സർവേ അനുസരിച്ച് ലോകത്തെ ഏറ്റവും വലിയ ബിഗ്ഗസ്റ്റ് അതുപോലെ തന്നെ ഗ്രേറ്റസ്റ്റ് അട്രാക്ഷൻ, മൂന്നാമത്തെ ഗ്രേറ്റസ്റ്റ് അട്രാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് താജ്മഹലാണ്. ഓർത്തിരിക്കുക, താജ്മഹലാണ് ലോകത്തെ ഏറ്റവും വലിയ മൂന്നാമത്തെ അട്രാക്ഷൻ. അടുത്തത് 41ാമത്തെ ചോദ്യമാണ്. ഗാന്ധിജി റോട്ട് ഹിന്ദ് സ്വരാജ് ഇൻ ഗുജറാത്തി ഇൻ. അതായത് ഗാന്ധിജി ഗുജറാത്തിൽ ഹിന്ദ് സ്വരാജ് എഴുതിയത് അത് ഏത് വർഷം എന്നാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്? അതോർത്തിരിക്കുക, 1909. 1909 ഗാന്ധിജി ഹിന്ദ് സ്വരാജ് എഴുതിയത്. അത് ഗുജറാത്തി ഭാഷയിലാണ്. ഈ ഹിന്ദ് സ്വരാജ് എന്ന് ഉദ്ദേശിച്ചിരിക്കുന്നത് അതിൻ്റെ ഒരു മീനിങ് എന്ന് പറഞ്ഞാൽ സെൽഫ് റൂൾ ഇൻ ഇന്ത്യ ആണ്. ഓർത്തിരിക്കുക, സെൽഫ് റൂൾ ഇൻ ഇന്ത്യ എന്നാണ് ഹിന്ദ് സ്വരാജിന് വെച്ച് ഉദ്ദേശിച്ചിരിക്കുന്നത്. അത് എഴുതിയ വർഷവും ഓർത്തിരിക്കുക, 1909 ഗുജറാത്തി ഭാഷയിലാണ് ഹിന്ദ് സ്വരാജ്. അതിൻ്റെ മീനിങ് എന്ന് വെച്ചാൽ സെൽഫ് റൂൾ ഇൻ ഇന്ത്യ എന്നാണ്. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ക്ലാസ് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. എല്ലാവർക്കും മനസ്സിലായെന്ന് കരുതുന്നു. എല്ലാവരും ഇന്നത്തെ ക്ലാസ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനും ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്തിട്ട് അതിൻ്റെ കൂടെയുള്ള ബെല്ലൈക്കണിൽ ഓൾ എന്ന് എനേബിൾ ചെയ്യുക. എല്ലാവർക്കും നല്ലൊരു ജോലി ലഭിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.